നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ അത് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കേൾക്കുമ്പോഴോ, അതെ, 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഇരട്ട രാജയോഗമാണ് തുടങ്ങുന്നത്. എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളും മാറാൻ പോകുന്നു. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം വളരെ ഭാഗ്യം 6 നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുകയാണ്. ഗ്രഹസ്ഥിതികളെല്ലാം അനുകൂലമായതിനാലാണ് 6 നക്ഷത്രക്കാർക്ക് ഈ ഇരട്ട രാജയോഗം തേടിയെത്തിയിരിക്കുന്നത്. പ്രാരാബ്ധങ്ങൾ നീങ്ങുന്നതാണ്. ദുഃഖങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിയുന്നതാണ്. രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു. ഏറ്റവും അധികം ഭാഗ്യമാണ് ഇനി ഈ 6 നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. എല്ലാവിധ തടസ്സങ്ങളും നീങ്ങുന്നതാണ്. ജീവിതത്തിൽ നിങ്ങളെ ദുരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും അകലുന്നതാണ്. ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ നിങ്ങളാൽ തന്നെ സാധ്യമാകുന്ന സമയം. ദൈവീകമായ അനുഗ്രഹം ധാരാളമായി നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഈ ഒരു സമയത്തിൽ ഗ്രഹസ്ഥിതികളൊക്കെയും വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ഒരു നോട്ടം നീണ്ട 30 കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. 6 നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗ ഭാവമാണ് ഇപ്പോൾ ഉള്ളത്. സകല ദുഃഖങ്ങളും മാറുന്നതാണ്. ധനനേട്ടം വന്നു ചേരാൻ പോകുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ആ ഒരു ഭാഗ്യസമയം. കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് 30 വർഷങ്ങൾക്ക് ശേഷം മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു. എല്ലാവിധ പ്രയാസങ്ങളും ഒഴിയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാനസികമായി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പുതിയ വാഹന യോഗമൊക്കെ ഈ ഒരു സമയം 6 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നു. ആഡംബര ജീവിതം നയിക്കാൻ ഭാഗ്യമുണ്ട്. രാജയോഗമാണ്, അതും ഇരട്ട രാജയോഗം. അപ്പോൾ ആഡംബരപൂർണ്ണമായ ഒരു ജീവിതത്തെ എങ്ങനെയൊക്കെ നയിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആഡംബരം കാണിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. എല്ലാവിധ സമൃദ്ധിയുമാണ് ഇരട്ട രാജയോഗം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഇവിടെ വ്യാഴം വളരെ അനുകൂലമാണ്. കൂടാതെ ശുക്രനും അനുകൂല ഭാവത്തിൽ തന്നെ നിൽക്കുന്നതിനാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഒരു മാറ്റത്തിൻ്റെ സമയം. ഒരുപാട് നാളുകൾക്ക് ശേഷം ജീവിതത്തിൽ ഒരു വമ്പൻ അഴിച്ചുപണി നടത്താൻ പോവുകയാണ്. ആര്? ഭഗവാൻ തന്നെ, ദേവാദിദേവൻ തന്നെ. ദേവഗണങ്ങളെല്ലാം ചേർന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മോടി പിടിപ്പിക്കാൻ പോവുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ദുരിതത്തിലാണ്ടുപോയ, ദുഃഖത്തിലാണ്ടുപോയ, വിഷമത്തിലാണ്ടുപോയ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പച്ച പിടിപ്പിക്കാൻ അല്ലെങ്കിൽ കര പിടിപ്പിക്കാൻ പോവുകയാണ് ഭഗവാൻ. 6 നക്ഷത്രക്കാർക്കാണ് ഇവിടെ ഇരട്ട രാജയോഗം തുടങ്ങിയിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. കൂടാതെ ശുക്രൻ അനുകൂല സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഗ്രഹങ്ങളൊക്കെയും അനുകൂല ഭാവത്തിൽ ആയതിനാലാണ് 6 നക്ഷത്രക്കാർക്ക് നീണ്ട 30 വർഷത്തിന് ശേഷം ഇരട്ട രാജയോഗം ലഭ്യമായിരിക്കുന്നത്. വളരെയധികം നല്ലൊരു സമയമാണ്. അമ്മ മഹാമായയുടെ പരാശക്തിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും കൂടി ഏറ്റുവാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ഈ ജൂൺ മാസത്തിൽ വളരെയധികം മാറ്റം അല്ലെങ്കിൽ ഇരട്ടി ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. എന്നാൽ ക്ഷേത്രത്തിൽ ഗുരുവായൂരൊക്കെ ദൂരെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക, പ്രാർത്ഥിക്കുക, മന്ത്രോച്ചാരണങ്ങൾ ജപിക്കുക, നാമങ്ങൾ ജപിക്കുക. ഇത്രയും ചെയ്താൽ മതി. മനസ്സുകൊണ്ട് ഗുരുവായൂർ പോയി ഒന്ന് ഭഗവാനെ മനസ്സിലിരുത്തി അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ പാതാരവിന്ദങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചെല്ലുകയും നിങ്ങൾക്കത് ഇരട്ടി നേട്ടമായി മാറുകയും ചെയ്യും. അത്രത്തോളം നല്ലൊരു സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നു ചേർന്നിരിക്കുകയാണ്. പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അച്ചട്ടായി നടക്കും. ഏത് കാര്യത്തെയും വിശ്വാസപൂർണ്ണമായി കേൾക്കുക. അല്ലാതെ ആർക്കോ വേണ്ടി കേൾക്കുന്ന പോലെയല്ല. ഇതെൻ്റെ ജീവിതത്തിൽ നടക്കും, എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങളിലൂടെ എത്തും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉറപ്പായും എത്തും. അല്ലാതെ സംശയദൃഷ്ടിയോടു കൂടിയാണ് കേൾക്കുന്നതെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ില്ല. ഏത് കാര്യത്തെ ഒരു പ്രാർത്ഥനയാണെങ്കിലും ഒരു പൂ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഭഗവാൻ നമ്മളിൽ പ്രീതനാകും, സംപ്രീതി ഉണ്ടാകും എന്ന് ചിന്തിച്ച് നോക്കൂ. ആ ഒരു പൂവിൽ നിന്ന് തന്നെ നമ്മൾക്ക് കൊടാനുകൂടി മാറ്റങ്ങൾ ഭഗവാൻ നൽകുന്നതാണ്. അതാണ് ദൈവം. നമ്മുടെ ഹൃദയമാണ് അല്ലെങ്കിൽ നമ്മുടെ ഭക്തിയാണ് ഭഗവാന് വേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് കാര്യം കേൾക്കുമ്പോഴും അല്പം ഭക്തിയോടുകൂടി, അല്പം ഭയഭക്തി ബഹുമാനത്തോടു കൂടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകും. ഒരുപാട് നാളുകൾക്ക് ശേഷം നീണ്ട 30 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു തവം ചെയ്തതുപോലെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. 6 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഈ 3 നക്ഷത്രങ്ങളാണ്
ദുഃഖങ്ങൾ ഒഴിയുന്ന സമയം വന്നു ചേർന്നിരിക്കുന്നു. ധനനേട്ടത്തിൻ്റെ സമയമാണ്. പ്രതിസന്ധികൾ അകലുന്നതാണ്. പ്രതിസന്ധികളെ പോലും ഇനി നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി നേരിടാൻ സാധിക്കും. ഒരു മനക്കരുത്തുണ്ടാകുന്ന, ധൈര്യം ഉണ്ടാകുന്ന, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പകച്ചു പോയിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തം ധനം വരെ നഷ്ടമായി പോയിട്ടുണ്ട്, തെറ്റുപോലും ചെയ്യാതെ കുറ്റവാളി ആയിട്ടുമുണ്ട്. ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. ഉയർച്ചയുടെ സമയമാണ്. ആഡംബര ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വസ്തുക്കൾ വാങ്ങാനുള്ള യോഗം കൂടിയാണ് ഇരട്ട രാജയോഗം നിമിത്തം നിങ്ങൾക്ക് എത്തുന്നത്. ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അകന്നു കഴിയുകയാണ് എന്നൊക്കെയുള്ളവർക്ക് ഐക്യം വന്നു ചേരുന്ന സമയമാണ്. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് രമ്യതയിലാക്കാൻ സാധിക്കും. കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരുന്ന സമയം. ജീവിത പ്രാരാബ്ധങ്ങളെ ഒരു പരിധിവരെ ഒഴിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രാരാബ്ധങ്ങളാൽ മുങ്ങിയ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. ഭാഗ്യവും നേട്ടവും ഐശ്വര്യവുമാണ് ഇരട്ട രാജയോഗം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ ജൂൺ മാസം നല്ല ഒരു സമയം തന്നെയാണ്. 2025 ജൂൺ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ വലിയ മാറ്റത്തിനുള്ള തുടക്കമാകുന്നുണ്ട്. ശനിയുടെ അല്പം വലച്ചിലുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ എടുത്തു പറയേണ്ടത് കൂടിയാണ്. എങ്കിലും സാമ്പത്തികമായൊരു വളരെ വലിയ മാറ്റം ഇവിടെ ജൂൺ മാസം നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. കാരണം ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിലായതിനാൽ തന്നെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഈ ഒരു സമയം ഉണ്ടായേ മതിയാകൂ. ശനിയുടെ ചില വലച്ചിലുകൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചാൽ ശുക്രൻ്റെ അനുഗ്രഹമുണ്ട്. മറ്റ് ഗ്രഹങ്ങളുടെ അനുഗ്രഹസ്ഥിതി ഉള്ളതിനാൽ തന്നെ ധനാഭിവൃദ്ധി എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവസരങ്ങൾ ധാരാളമായി വന്നെത്തുന്നതാണ്. പഠിച്ചിറങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കും. വിവാഹം കാത്തിരിക്കുന്ന ആളുകൾക്ക് വിവാഹ ആലോചനകളൊക്കെ ഉത്തമമായിട്ടുള്ളത് വന്നു ചേരുന്നതാണ്. ശുക്രൻ്റെ അനുഗ്രഹമുണ്ട്. കൊതിച്ചതും വിധിച്ചതുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഈ ഒരു സമയം നടത്തുകയാണെങ്കിൽ ഏറ്റവും അധികം നല്ലൊരു മാറ്റം കൂടുതലായി നിങ്ങളിലേക്ക് എത്തും. എന്നാൽ ഗുരുവായൂർ പോകുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. യാത്രാക്ലേശമുണ്ടെങ്കിൽ നിങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊന്നും മന്ത്രോച്ചാരണം വെറുതെ ഇരിക്കുമ്പോഴും, അതുപോലെ തന്നെ വിളക്കിന് സമീപത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും, സന്ധ്യാവന്ദനം നടത്തുമ്പോഴും, പ്രഭാതവന്ദനം നടത്തുമ്പോഴും ഒക്കെ ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ നിങ്ങൾക്ക് എത്ര പറ്റുന്നു അത്രത്തോളം ഒന്ന് ജപിച്ച് നോക്കിയാട്ടെ. ഈ ഗുണാനുഭവങ്ങളൊക്കെയും ഭഗവാൻ നിങ്ങളിലേക്ക് ഒരു കോട്ടവും തട്ടാതെ എത്തിക്കുന്നതാണ്. ഇരട്ട രാജയോഗം തന്നെ നിങ്ങൾക്കിതിലൂടെയും ലഭ്യമാകുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ കൂടുതലായി ലഭിക്കും. കൂടാതെ ഇപ്പോൾ ഗ്രഹസ്ഥിതി അനുകൂലമായതിനാൽ നിങ്ങളിലേക്ക് എത്തേണ്ടത് എത്തിച്ചേരുക തന്നെ ചെയ്യും. എങ്കിലും തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ പൂർണ്ണഭാവത്തിൽ, പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് മന്ത്രോച്ചാരണങ്ങൾ, പ്രാർത്ഥനകൾ, ക്ഷേത്ര ദർശനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇരട്ടി ആനുകൂല്യം നൽകുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പനെ മനസ്സിലൊന്ന് സ്മരിക്കുക. പോകാൻ കഴിയുന്നവർക്ക്, അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പോകാൻ സാധിക്കുന്നവരാണ് ഈ ജൂൺ മാസത്തിൽ പുരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇത് പോകുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതല്ല പോകാൻ സാധിക്കുന്നില്ല, ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുക. 108, 1008 എത്രത്തോളം, 101 ആയാലും അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളെക്കൊണ്ട് കഴിയുന്നു ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ഒരു മാറ്റം, ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അശ്വതി, ഭരണി, കാർത്തിക 6 നക്ഷത്രക്കാരിൽ അടുത്ത 3 നക്ഷത്രങ്ങളാണിക്കോട്ടർ. സൗഭാഗ്യ സമയമാണ്. എല്ലാ പ്രശ്നങ്ങളും ഒന്നൊഴിയാതെ നിങ്ങളുടെ മേൽ വന്നുകൊണ്ടിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഒഴിയുന്ന സമയമാണ്. ദുരിത ദുഃഖ ശാന്തിയാണ് ഇപ്പോൾ ഈ രാജയോഗം നിങ്ങൾക്ക് നൽകുന്നത്. സകല പ്രയാസങ്ങളും ഒഴിയും, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിയും, പ്രാരാബ്ധങ്ങൾ നീങ്ങും, ദുരിത ദുഃഖങ്ങളൊക്കെയും ഒഴിയുകയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നേട്ടമുണ്ടാകും. കൂട്ടു ബിസിനസ്സൊക്കെ പാർട്ട്ണർഷിപ്പിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ വളരെയധികം നേട്ടങ്ങൾ, വീണ്ടും ഒരു ബിസിനസ് കൂടി ആരംഭിക്കാനുള്ള തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കും. ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നതാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, ശമ്പള വർധനവ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ധനം ധാരാളമായി പല മാർഗ്ഗങ്ങളിലൂടെ കയ്യിൽ വന്ന് ചേരുന്നതാണ്. അത് ചിട്ടി, പാട്ടം തുടങ്ങിയ കാര്യങ്ങൾ, ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നേട്ടമുണ്ടാകും, സൗഭാഗ്യമുണ്ടാകും. ധനം പല വഴിയിൽ കയ്യിലേക്ക് എത്തേണ്ട സമയമായതിനാൽ തന്നെ ചെറിയൊരു ലോട്ടറി എടുത്താൽ പോലും അതിൽ ചെറിയൊരു തുകയാണെങ്കിലും നിങ്ങൾക്കത് ലഭിക്കുമെന്നതാണ്. തീരുമാനങ്ങൾ എടുത്തു ചാടി എടുക്കാതിരിക്കുക. തീരുമാനം 1, 2, 3, 4 എത്ര പറ്റുന്നു അത്രയും തവണ മനസ്സുകൊണ്ടൊന്ന് ആലോചിക്കുക. ചെയ്താൽ ശരിയാകുമെന്ന്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ധനം കയ്യിലേക്ക് ഒരുപാട് വന്നു ചേരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ
സ്കീമുകളിലേക്കോ അനാവശ്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൊന്നും ഇറങ്ങിത്തിരിക്കാതിരിക്കുക. എല്ലാം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ഭൂമി വാങ്ങുന്നത് ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിന് അങ്ങ് വാങ്ങിക്കും, പിന്നെ അത് വണ്ടി കയറാത്ത വഴിയായിരിക്കും, അല്ലെങ്കിൽ അത് വില കുറഞ്ഞതായിരിക്കും. അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ പിന്നീട് വരാൻ സാധ്യതയുള്ളതിനാൽ ഈ ഒരു സമയം, ഈ ഒരു ജൂൺ മാസം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ആലോചിക്കുക. ഒന്നല്ല 10 തവണ ആലോചിക്കുക. ദമ്പതികൾക്കിടയിൽ ഐക്യം വന്നു ചേരുന്നതാണ്. കുടുംബ സമാധാനം വന്നു ചേരുന്നതാണ്. ദുരിതങ്ങൾ ഒഴിയുന്ന ഒരു സമയം തന്നെയാണ്. സമൃദ്ധിയാണ്. കുടുംബത്തോടൊപ്പം സന്തോഷയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. വ്യാഴം കൂടി ഇവിടെ അനുകൂലമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൂടി ലഭിക്കുന്നതിനാൽ സർവ്വ സൗഭാഗ്യ യോഗമാണ് ഇവിടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ദേവീക്ഷേത്ര ദർശനം നടത്തുക. ഈ ജൂൺ മാസത്തിൽ ഏത് അടുത്തുള്ള ക്ഷേത്രമായാലും ദേവീക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തിയാൽ വളരെയധികം നല്ലൊരു സമയമാണ്. ദൈവികതയായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു സമയവും വന്നു ചേരുന്ന സമയം കൂടിയാണ്. വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ദുഃഖ ദുരിതങ്ങളൊക്കെയും മാറുന്ന ഒരു സമയം, അനുകൂല സമയം 30 വർഷങ്ങൾക്ക് ശേഷം വന്നു ചേരുകയാണ്. കൊടികുത്തി വാഴാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഇതറിയാത്തവരായി ആരുമില്ല. അപ്പോൾ ഈ മന്ത്രോച്ചാരണം ഭഗവതിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നായാലും ഈ മന്ത്രോച്ചാരണങ്ങൾ വിളക്കിൻ്റെ മുന്നിലിരുന്ന് ജപിച്ച് നോക്കൂ. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ഭഗവതി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തതായ മന്ത്രങ്ങളൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ ദൈവികതയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്ന സമയം. എല്ലാ മന്ത്രോച്ചാരണങ്ങളും ഏവർക്കും അറിയുന്നതാണ്. അപ്പോൾ അറിയുന്ന മന്ത്രങ്ങളൊക്കെ ചെയ്ത് ദേവിയുടെ കൂടുതൽ അനുഗ്രഹം ഈ ഒരു സമയം നിങ്ങൾ ഏറ്റുവാങ്ങിയാൽ അത് വളരെയധികം മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഇരട്ട രാജയോഗ സമയമാണ്. 30 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ തേടിയിരിക്കുന്നത്. അപ്പോൾ ഐശ്വര്യമാണ്, സമ്പത്തും സമൃദ്ധിയും ഭാഗ്യവും വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഈശ്വരാധീനം നമ്മളിലേക്ക് എത്തുന്നതിനായിട്ടുള്ള വഴികൾ കൂടി നിങ്ങൾ തേടി ഈ ഭാഗ്യത്തെ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിക്കുക. നന്ദി.